ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കൊണ്ടുവന്ന പ്രമേയത്തിൽ മാറ്റങ്ങൾ വരുത്തി പാസായി. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണ് പ്രമേയം കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ മാത്രമാക്കി മാറ്റിയത്. ഇതോടെ പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം ലഭിച്ചു. 15 അംഗ രക്ഷാസമിതിയിൽ 13 രാജ്യങ്ങൾ വെള്ളം ചേർത്ത പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ആരും എതിർത്തില്ല. അമേരിക്കയും റഷ്യയും വിട്ടുനിന്നു. റഷ്യ മുന്നോട്ട് വെച്ച ഭേദഗതി തള്ളി. സമവായത്തിൽ എത്തിക്കാനാകാത്തതിനാൽ 4 തവണ മാറ്റിവെച്ച പ്രമേയമാണ് വെള്ളിയാഴ്ച രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചത്. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിലെ വാചകങ്ങൾ മയപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാമെന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത്. ഒടുവിൽ UAE കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ പലസ്തീൻ ശത്രുതയ്ക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം US സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി. പകരം സുരക്ഷിതവും തടസ്സവുമില്ലാത്തതുമായ മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാക്കി മാറ്റിയിരുന്നു. വാചകങ്ങൾ മാറ്റുന്നതിൽ കൂടുതൽ ചർച്ച വേണമെന്നാണ് റഷ്യ അടക്കം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു തടസ്സവുമില്ലാതെ മാനുഷിക സഹായം ഗാസയിലെത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങളൊന്നും പ്രമേയത്തിലില്ല. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ 2 തവണ US വീറ്റോ ചെയ്തിരുന്നു. അതേസമയം ചെങ്കടലിൽ ഇസ്രായേലി കപ്പലുകൾക്ക് ഭീഷണി ഉയർത്തുന്ന ഹൂതികളെ നേരിടാൻ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയനിൽ പങ്കെടുക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കാനാവില്ലെന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. മിസൈൽ വേധശേഷിയുള്ള 3 കപ്പലുകൾ അയക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഓസ്ട്രേലിയയിലെ ഫെഡറൽ ഭരണകൂടം തള്ളിയിരുന്നു. ഈ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇക്കാര്യം അമേരിക്കയ്ക്ക് മനസ്സിലാകുമെന്നാണ് കരുതുന്നതെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാനെന്ന പേരിൽ അമേരിക്ക രൂപീകരിച്ച ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ സഖ്യത്തിലെ അംഗമാണ് ഓസ്ട്രേലിയ. ഇതിന്റെ ഭാഗമായി അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലും പരിസരത്തുമുണ്ട്. ഇസ്രായേലിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ അയച്ച നിരവധി മിസൈലുകളെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിർവീര്യമാക്കിയിരുന്നു. ഓരോ മിസൈൽ നിർവീര്യമാക്കുന്നതിനും $2000 മുതൽ $20,000 വരെ ചെലവുണ്ടെന്നാണ് കണക്ക്. ചെങ്കടലിലെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനായി മിസൈൽ വേധശേഷിയുള്ള കപ്പലുകൾ അയക്കാൻ അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഓസ്ട്രേലിയ 6 നാവിക സൈനികരെ അയക്കാമെന്നും മാത്രമാണ് അറിയിച്ചത്. ആവശ്യം വരികയാണെങ്കിൽ 5-10 സൈനികരെ കൂടി അയക്കാമെന്നും ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു. ഹൂതികളെ നേരിടാൻ കപ്പലുകളോ വിമാനങ്ങളോ അയക്കുന്നില്ലെന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലും ദക്ഷിണ ചൈന സമുദ്രത്തിലും കിഴക്കൻ ചൈന സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമാണ് തങ്ങളുടെ കപ്പലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. സഖ്യകക്ഷിയായ അമേരിക്കയുടെ ക്ഷണം നിരസിച്ച ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ ദൗർബല്യവും അലസതയുമാണ് ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ഹമാസ് മാത്രമേ ഇതിനെ സ്വാഗതം ചെയ്യൂ എന്നും പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ ആരോപിച്ചു. ആൽബനീസ് നേതൃത്വം നൽകുന്ന ഭരണകൂടം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പരിഹാസപാത്രമാവുകയാണെന്നും ഡട്ടൺ പറഞ്ഞു. ഇതിന് മറുപടിയായാണ് എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രസ്താവനയുമായി ആൽബനീസ് രംഗത്ത് വന്നിരിക്കുന്നത്.